ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഒരു പായസമാണ്. അമ്മയുടെ അച്ഛൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് രാവിലെ തന്നെ ഒരു സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സേമിയ നെയ്യിൽ നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഒരു ചെറിയൊരു ബ്രൗൺ ടെക്സ്ചർ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അതെടുത്തിട്ടുണ്ടായിരുന്നു. കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ചതിന് ശേഷം പഞ്ചസാര ഇട്ട് വെറുതെ ഇളക്കിയാൽ മതി. ഇച്ചിരി കഴിയുമ്പോഴത്തേനും അതിൻ്റെ കളറും ടെക്സ്ചറൊക്കെ ഒന്ന് മാറി വരും. ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേനും നമുക്ക് അത് നന്നായിട്ട് കാരമലൈസ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചൂടാക്കിയ പാലായിരുന്നു ഒഴിക്കേണ്ടത്. പക്ഷേ എനിക്കത് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ തണുത്ത പാൽ ഒഴിച്ചപ്പം അതെല്ലാം കൂടി കട്ട പിടിച്ചു പോയി. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ചൂടായി വരുമ്പോഴത്തേനും അത് സെറ്റായിക്കോളും. അങ്ങനെ ഇതൊന്ന് ഇളകിയതിന് ശേഷം സേമിയ എല്ലാം കൂടി ഇട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ കൂടി വറുത്ത് നെയ്യിൽ വറുത്ത് ഇടാം. അപ്പോൾ പായസം റെഡിയാവും. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ലാസ്റ്റ് നല്ല അടിപൊളി പായസമായിരുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.